റവന്യൂ മന്ത്രിയുടെ അവിടെ നിന്ന് പോകുന്ന ഒരു കത്തല്ലേ, ഡേറ്റ് ഇല്ലാത്തൊരു കത്തല്ലേ, ഇതിന് മുഴുവൻ നടപടി ഉണ്ടായി. റവന്യൂ മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അദ്ദേഹമല്ല അതിൻ്റെ അകത്ത് നടപടി സ്വീകരിക്കേണ്ടത്. അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഈ എല്ലാ സ്ഥലത്തും കയ്യേറ്റം നടന്നിരിക്കുന്ന മുഴുവൻ സ്ഥലത്തും പോയി അത് തിരിച്ച് സർക്കാരിലേക്ക് ഞങ്ങൾ കണ്ടുകെട്ടിക്കും, ഒരു സംശയവും വേണ്ട. അതേ അവസരത്തിൽ സാധാരണക്കാരായ കർഷകരുടെ, ഇടുക്കി നിവാസികളുടെ, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനും പ്രതിപക്ഷം ഉണ്ടാകും, UDF ഉണ്ടാകും. ഈ ചൊക്രമുടിയിൽ ഈ അനുമതി കൊടുത്തിരിക്കുന്നത് തന്നെ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഈ ഭൂനിയമ ഭേദഗതി ബില്ല് അത് വന്നു കഴിയുമ്പോൾ ഇത് ക്രമവൽക്കരിച്ച് കൊടുക്കാനുള്ള ഒരു സാധ്യത നേരത്തെയും കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു ആശങ്ക പങ്കുവച്ചതാണ്. ഉറപ്പായിട്ടും സമ്മതിക്കില്ല. ഇത് ക്ലീൻ, ഇപ്പോൾ IG-യുടെ റിപ്പോർട്ട് വായിച്ചു, ക്ലീൻ റിപ്പോർട്ടാണ്, ക്ലീൻ റിപ്പോർട്ടാണ്. ഇതിപ്പോൾ തൊടാൻ പാടില്ലാത്ത ഭൂമിയാണ്, അതിനകത്തേക്ക് കയറാൻ പാടില്ലാത്ത ഭൂമിയാണ്. അത്രയും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സർക്കാർ ഭൂമിയാണ്. ആ സർക്കാർ ഭൂമിയിലാണ് ഞാൻ ചോദിക്കട്ടെ, ഈ മലയൊക്കെ ഇത് വെച്ച് പൊട്ടിച്ചാൽ, സ്ഫോടക വസ്തു വെച്ച് പൊട്ടിച്ച് ഈ മലയൊക്കെ പൊട്ടിച്ച് ഇതിലെ കല്ല് മുഴുവൻ എടുക്കുക, നീർച്ചാൽ തടുത്തു നിർത്തുക, തടയട ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ദുരന്തം ഉണ്ടാകാൻ ഇതിനേക്കാൾ, ഇത് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള നടപടിയാണ് ചെയ്തിരിക്കുന്നത്. കുറേ പാവങ്ങൾ, സാധാരണ മനുഷ്യർ, ഇതൊന്നും അറിയാത്ത കുറേ പാവങ്ങൾ താഴെ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവൻ വരെ അപകടത്തിലാക്കി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. സർക്കാർ അലംഭാവം കാണിച്ചാൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടികളുമായിട്ട് കൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. വലിയ പ്രക്ഷോഭം ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനും കയ്യേറ്റക്കാരെ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്താനും വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭ പരിപാടികൾ UDF പ്രതിപക്ഷം ഇടുക്കി ജില്ലയെ പ്രത്യേകം ചെയ്യും. മാത്രമല്ല, ആ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറപ്പ് ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങളത് നടപ്പാക്കി കൊടുക്കും, പറയുന്ന കാര്യം.